ഞാൻ കൂട്ടത്തിൽ പറയുകയാ, അൽഹംദുലില്ലാഹ്, ഇത് SYS-ന്റെയും SSF-ന്റെയും SBS-ന്റെയും പ്രവർത്തകർ മുന്നോട്ട് വന്നിട്ടുള്ള സുന്ദരമായ പാഠവങ്ങളുള്ള സംഘടനാ ചിട്ടയുള്ള വളരെ സുന്ദരമായ ഒരു ഭൂമികയിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളാ ഞങ്ങള്. ലക്ഷങ്ങൾ വാലിനിരക്കുന്ന സമ്മേളനങ്ങളുണ്ട്. ഒരു പോലീസുകാരന്റെ ആവശ്യം ഞങ്ങൾക്ക് വന്നിട്ടില്ല, ഒരു പ്രൊട്ടക്ഷന്റെയും ആവശ്യം ഞങ്ങൾക്ക് വന്നിട്ടില്ല. സഹോദരങ്ങളെ, എന്തുകൊണ്ടാ? ഞങ്ങൾ പരലോകത്തിലുള്ളവരാ, ഞങ്ങൾ അല്ലാഹുവിന്റെ ആഖിറം പ്രതീക്ഷിച്ചു വന്നവരാ. ഞങ്ങളുടെ പിന്നിലുള്ളത് രാഷ്ട്രീയ തമ്പുരാക്കന്മാരല്ല, ഏതെങ്കിലും അധികാരി ബന്ധങ്ങളല്ല. ഞങ്ങളുടെ പിന്നിലുള്ളത് അൽഹംദുലില്ലാഹ് ഔലിയാക്കന്മാരുടെ പിന്തുണയുള്ള, അവരുടെ ആശീർവാദമുള്ള ഈ പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിനെ ഏൽപ്പിക്കപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാരല്ലയോ, ഖമറുൽ ഉലമയല്ലയോ. അല്ലാഹുവേ, ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ, ഹിമ്മത്ത് നൽകണേ അല്ലാ, ഹിഫ്ള് നൽകണേ അല്ലാ, നുസ്റത്ത് നൽകണേ അല്ലാ. മല പോലെ വരുന്ന പ്രകമ്പനങ്ങൾ മഞ്ഞ് പോലെ ഒരുക്കി കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് ഒരാളിന്റെയും ഭയപ്പെടുത്തലുകൾക്കൊരിക്കലും ഖമറുൽ ഉലമ പേടിക്കുകയില്ല. കാരണം അത് ചങ്കൂറ്റമുള്ള, ദീനിനു വേണ്ടി മാറ്റുരച്ചുകൊണ്ടിരിക്കുന്ന ഉന്നതമായ നിലവാരമുള്ള അതിശ്രേഷ്ഠനായ മാതൃകായോഗ്യനായ പണ്ഡിതനാ സഹോദരങ്ങളെ. അതുകൊണ്ട് വിളിച്ചിട്ട് വന്നില്ല എന്നും പറഞ്ഞ് ആക്ഷേപിക്കണ്ട. കാരണം അവർക്ക് കിട്ടേണ്ട കസേര കിട്ടണം, അവർക്ക് ഇരിപ്പിടം കിട്ടേണ്ടത് തിരിക്കണം. കേവലം ഏതെങ്കിലും പുത്തൻവാദികളോടത്ത് സഹോദരങ്ങളെ വേദി പങ്കിടാൻ ഖമറുൽ ഉലമയെ കിട്ടൂല സഹോദരങ്ങളെ. അത് ആർജവമുള്ള പണ്ഡിതനാ, അത് അല്ലാഹുവിന്റെ തൗഫീഖുള്ള പണ്ഡിതനാ. പടച്ചവനെ, മഹാനായ താജുൽ ഉലമ അവിടുന്ന് വഫാത്തായി. നീ ആ ഖബറിൽ നല്ല ഉയർച്ച നൽകണേയല്ലോ. പടച്ചവനെ, ദറജ വർദ്ധിപ്പിക്കണേയല്ലോ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, അഭിമാനിക്കാം പൊന്നുമോനെ, നെഞ്ചോട് ചേർത്ത് പിടിക്കാം പൊന്നുമോനെ. അല്ലാഹുവേ, ഈ മഹാപ്രസ്ഥാനത്തെ ഈ ഉത്തരവാദിത്തം വളർത്തണേയല്ലോ. ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയ ആളുകളുണ്ടല്ലോ. പടച്ചവനെ, അവർക്കെല്ലാം